ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ശുശ്രൂഷിക്കാൻ നൽകുന്ന ബഹുമാനപ്പെട്ട എ.ജി. മാത്യു അച്ഛൻ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഇടവ ജനങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവിന്റെ ക്രിസ്തയേശു നാമത്തിൽ സ്നേഹവന്ദനം. 95th സേവ്യാ സംഘ ദിനത്തിൽ തിരുവചനവുമായി ട്രിനിറ്റി മാർത്തോമ ചർച്ചിൽ നിൽപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു കൊള്ളട്ടെ. അതിന് അവസരം തന്ന എല്ലാ സേവ്യാ സംഘ ഭാരവാഹികളോടും ഞാൻ എൻ്റെ നന്ദി ഈ സമയത്ത് പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ശുശ്രൂഷയിൽ വിവിധ രീതിയിൽ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ സേവ്യാ സംഘ ദിനത്തില് നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനുമായി സഭ നിശ്ചയിച്ചിരിക്കുന്ന വിഷയം സ്ത്രീകൾ നന്മയിലൂടെ മാറ്റത്തിന് വഴിയൊരുക്കുന്നവർ എന്നാണ്. ഇന്നത്തെ പാഠഭാഗങ്ങളൊക്കെ തന്നെ വിവിധ രീതിയിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ സ്ത്രീകളുടെ അനുഭവങ്ങളും അവരുടെ ശുശ്രൂഷകളും അനുസ്മരിക്കത്തക്കതാണ്. സമൂഹത്തില് വ്യത്യസ്തങ്ങളായ ശുശ്രൂഷ നിർവഹിക്കുന്ന എണ്ണമറ്റ സ്ത്രീകളുണ്ട്. കുടുംബങ്ങളില്, സഭയില്, രാഷ്ട്രീയ രംഗത്ത്, സമൂഹത്തിലെ ഒക്കെ അനേക മാറ്റങ്ങൾക്ക് വഴി തെളിച്ചവർ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തില് അവഗണിക്കപ്പെട്ടവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനുമായിട്ട് നമുക്ക് കഴിയണം. മാത്രമല്ല, വേദനയും നിരാശയും കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശ പകർന്ന് അവരുടെ ജീവിതം ഒരു ആഘോഷമാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന ധീര വനിതകളായി ട്രിനിറ്റി ഇടവകയിലുള്ള എല്ലാ സേവ്യാ സംഘങ്ങൾക്കും കഴിയണം. ഈ രാജ്യത്തിന്റെ വൈരുദ്ധ്യങ്ങളും വെല്ലുവിളികളും ഒക്കെ മനസ്സിലാക്കി കാലോചിതമായി പ്രവർത്തിപ്പാന് സഭാംഗങ്ങളുടെ പകുതിയോളോ അതിൽ കൂടുതലും വരുന്ന വനിതാ സമൂഹത്തെ സജ്ജരാക്കുക എന്നാണ് നമ്മുടെ സേവ്യാ സംഘത്തിന്റെ ദൗത്യം. അതിന് ട്രിനിറ്റി സേവ്യാ സംഘാംഗങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 16 verse 4. അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവർ എന്റെ പ്രാണന് വേണ്ടി കഴുത്തു വെച്ചു കൊടുത്തവരാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പറഞ്ഞേ എന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും അവിടുത്തെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ബലഹീനനായ അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവഹിതം ഞങ്ങളിൽ നിറവേറണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. കൃപയോടെ കേട്ട് ഉത്തരം നൽകുമാറാകണമേ. അസാധാരണനായ ദൈവവുമായുള്ള ബന്ധത്താൽ സാധാരണനായ ഞാൻ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തു വന്നുവെന്ന് ഒരിക്കൽ സ്റ്റാൻലി ജോൺസൺ തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പുതിയ നിയമം നാം പഠിക്കുമ്പോൾ അനേകം
സാധാരണക്കാരായ സ്ത്രീകളെ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നന്മയുടെ മാറ്റത്തിന് വഴിതെളിച്ചവരെ നമുക്ക് മനസ്സിലാക്കാം. അപ്രകാരം ആദിമസഭയുടെ വളർച്ചയിൽ വളരെ നിർണായകരമായ ഒരു സ്വാധീനം ചെലുത്തിയ കുടുംബമായിരുന്നു അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം, അതായത് പ്രിസ്കില്ലയുടെ കുടുംബം. സ്ത്രീകൾക്ക് യാതൊരു നിലയും വിലയും ഇല്ലായിരുന്ന കാലത്ത് ദൈവരാജ്യ പ്രവർത്തനത്തിൽ വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച ഒരു കുടുംബമായിരുന്നു പ്രിസ്കില്ലയുടേത്. ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തവർ. ക്ലൗദിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ നിന്നും യഹൂദന്മാരെ എല്ലാവരെയും പുറത്താക്കപ്പെട്ടിരുന്നു. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം. നാം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, ഈ ദമ്പതിമാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുള്ളത് എപ്പോഴും ഒരുമിച്ചാണ്. ഒരിക്കലും പ്രിസ്കില്ലയെ തന്നെയോ അക്വിലാവിനെ തന്നെയോ അങ്ങനെ പരാമർശിച്ചിട്ടില്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3 പ്രാവശ്യവും പൗലോസ് റോമർക്ക് എഴുതിയ തന്റെ ലെറ്റേഴ്സിലൊക്കെ 3 പ്രാവശ്യവും അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും വിവാഹിതരായ സേവികമാരുടെ ഒരു പ്രതിനിധിയായി നമുക്ക് പ്രിസ്കില്ലയെ മനസ്സിലാക്കാം. കുടുംബസ്ഥ ആയിരിക്കുമ്പോൾ തന്നെ വിവിധ രീതിയിൽ സഭാ ശുശ്രൂഷയിൽ ഭർത്താവിനോടും തന്റെ സഹപ്രവർത്തകരോടും ചേർന്ന് ശ്രേഷ്ഠമായ ശുശ്രൂഷ നിറവേറ്റിയവർ. പ്രിസ്കില്ലയുടെ ജീവിതത്തിലെ ചില സവിശേഷതകൾ ഈ രാവിലെ സമയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിസ്കില്ലയുടെ ജീവിതത്തിലേക്ക് നാം കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ റോമയിൽ പാർത്തിരുന്ന യഹൂദനായ പൊന്തോസുകാരനായ അക്വിലാവിന്റെ ഭാര്യയാണ് പ്രിസ്കില്ല എന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോമ ചക്രവർത്തിയായിരുന്ന ക്ലൗദിയൂസ് ചക്രവർത്തി എല്ലാ യഹൂദന്മാരും റോമ നഗരം വിട്ട് പോകണമെന്നുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഈ അക്വിലാവും പ്രിസ്കില്ലയും റോമ നഗരം വിട്ട് കൊരിന്തിലെത്തി. കൊരിന്തിലെത്തിയപ്പോൾ അവരുടെ ഉപജീവന മാർഗമായ കൂടാരപ്പണി അവർ ചെയ്തു പോന്നിരുന്നു. ഈ സന്ദർഭത്തിൽ പൗലോസ് തന്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനായി കൊരിന്തിലെത്തി. ആ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തൊഴിൽ ഒന്നാകൊണ്ട് അവർ അവനോട് കൂടെ ചേർന്ന് വേല ചെയ്തു പോന്നു. വളരെ മാതൃകാപരമായ ശുശ്രൂഷയാണ് ഈ ദമ്പതികൾ ചെയ്യുന്നത്. ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ല സഹപ്രവർത്തകയായും പ്രിസ്കില്ലയെ നാം കാണുന്നു. മതസംബന്ധമായ ആരാധനകളെല്ലാം തന്നെ അനീതിയും അശുദ്ധിയും നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു അവർ കൊരിന്തിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ പോലും ശബ്ബത്ത് നാളുകളിൽ പൗലോസ് യഹൂദന്മാരോടും സുവിശേഷം പ്രസംഗിച്ചിരുന്നു. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷ നിറവേറ്റുവാൻ പൗലോസിനെ സഹായിച്ചത് പ്രിസ്കില്ലയുടെയും അക്വിലാവിന്റെയും പിന്തുണയും അവരുടെ പങ്കാളിത്തവും കൊണ്ട് മാത്രമായിരുന്നു. സുവിശേഷത്തിനു വേണ്ടി ധീരമായ നിലപാടുകൾ എടുത്തവരായിരുന്നു പ്രിസ്കില്ലയുടെ കുടുംബം. പൗലോസ് പറയുന്നുണ്ട്, they risked their life for me. കർത്താവിനോടുള്ള സ്നേഹവും സുവിശേഷ പ്രവർത്തനത്തിനുള്ള തീക്ഷ്ണതയും ഹൃദയത്തിൽ നിറയുമ്പോൾ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് യാതൊന്നും തടസ്സമാകുന്നില്ല. അതുകൊണ്ടാണ് ജീവൻ പണയം വെച്ച് പോലും അവർ പൗലോസിനോടൊപ്പം നിന്നത്. അർപ്പണ മനോഭാവത്തോടെ കർത്താവിന്റെ ശിഷ്യഗണത്തിലായി തീർന്ന പ്രിസ്കില്ല. The call to discipleship is the call to partnership. ഒത്തുചേർന്ന് തുല്യ പങ്കാളിയായി പ്രവർത്തിക്കുവാനുള്ള ഒരു ആഹ്വാനം പ്രിസ്കില്ല നമ്മോട് അറിയിക്കുകയാണ്. പൗലോസിനെ തങ്ങളുടെ കൂടെ 18 മാസക്കാലം താമസിപ്പിക്കുകയും അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും കർത്താവിന്റെ വേലയിൽ വളരെയധികം വർദ്ധിച്ചു വരികയും ചെയ്തു പോന്നിരുന്നു. കൊരിന്തിലെ സുവിശേഷത്തിന് ശേഷം പൗലോസ് എഫെസോസിലേക്ക് പോയപ്പോൾ അക്വിലാവും പ്രിസ്കില്ലയും പൗലോസിനോടൊപ്പം പോയതായിട്ട് നാം വേദഭാഗം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ സ്നേഹമാണ് അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത്. ഒരു നല്ല ക്രിസ്തുവിന്റെ അനുഗാമിയായി അവൾ മാറുന്നു.
പ്രിസ്കില്ലയുടെ ജീവിതം നാം നോക്കുമ്പോൾ ക്രിസ്തീയ ശുശ്രൂഷയിൽ അവളുടെ പങ്കാളിത്തം, അതാണ് അവളുടെ ജീവിതത്തിലൂടെ അവൾ നമ്മളോട് പറയുന്നത്. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളും പരസ്പര ബന്ധങ്ങളും കൂട്ടായ പ്രവർത്തനങ്ങളും ഒക്കെ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. പ്രിസ്ക അക്വില ദമ്പതികൾ നല്ല ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചും മറ്റുള്ളവരോട് ചേർന്നും ക്രിസ്തീയ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നു എന്നൊക്കെ അവളുടെ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നു. നമ്മളുടെ ക്രിസ്തീയ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തം എപ്രകാരമാണ്? രണ്ടാമതായിട്ട് നാം അവളുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ, 2-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ആരാധനയ്ക്കായിട്ട് പ്രത്യേക ഇടങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ സാഹചര്യം നിലനിന്നിരുന്ന കാലത്ത് ക്രിസ്തീയ കൂട്ടായ്മയ്ക്കായി പ്രിസ്കില്ല തന്റെ ഭവനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. 2nd സെഞ്ചുറിയിലാണ് ഈ ക്രിസ്ത്യൻ ചർച്ചസ് ഒക്കെ അന്ന് ഉയർന്നു വന്നിരുന്നത്. അതുകൊണ്ട് അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ആരാധനയ്ക്കായിട്ട് കൂടുവാൻ ഒരു ഇടം ആവശ്യമായിരുന്നു. എല്ലാവർക്കും ആരാധനയ്ക്കായി കൂടുവാൻ സൗകര്യമുള്ള ഭവനങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു. അന്നപ്പോൾ അവർ വീട്ടുകാരുടെ അസൗകര്യങ്ങളോ അവരുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും നോക്കാതെ ഈ വീട്ടുകാർ തങ്ങളുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊരു പദവിയായും സന്തോഷമായും കരുതി പ്രിസ്കില്ല തങ്ങളുടെ ഭവനങ്ങളെ കൂട്ടായ്മയ്ക്കായിട്ട് തുറന്നു കൊടുക്കുമായിരുന്നു. പ്രിസ്കില്ലയും തന്റെ ഭവനം വിശ്വാസികൾക്ക് കടന്നു വരത്തക്കവണ്ണം സൗകര്യപ്പെടുത്തിയിരുന്നു. പ്രിസ്കില്ല ഏതെല്ലാം നഗരത്തിൽ പാർത്തുവോ അവിടെയെല്ലാം തന്റെ ഭവനത്തിലെ ഒരു സഭ ഉണ്ടായിരുന്നു എന്ന് നാം വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൊരിന്തിലും എഫെസൂസിലും റോമിലും എല്ലാം അപ്രകാരമായിരുന്നു. 1 Corinthians chapter 16 verse 9, Romans 16:5 ഇവയൊക്കെ വായിക്കുമ്പോൾ പ്രിസ്കില്ലയുടെ ഭവനം കൂട്ടായ്മയ്ക്കായി തുറന്നു കൊടുത്തിരുന്നുവെന്നും പൗലോസ് തന്റെ ലേഖനങ്ങളിലൊക്കെ പ്രിസ്കില്ലയുടെ ഭവനത്തിലുണ്ടായിരുന്ന സഭയ്ക്ക് വന്ദനം ചൊല്ലുന്നതായും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദിമസഭയില് ഒരു നിർണായകമായ സ്വാധീനം വീടുകളിൽ കൂടിയിരുന്ന സഭയ്ക്ക് അന്ന് ഉണ്ടായിരുന്നു. ഒരുമിപ്പിക്കുന്നതിനും ആരാധിക്കുന്നതിനുമുള്ള ഇടങ്ങളായി ഭവനങ്ങൾ മാറിയിരുന്നു. മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസികളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ശക്തി പകരുന്നതിനും സഹായകമായിരുന്നു അന്നത്തെ കൂടിവരവുകൾ. അതിനാൽ പ്രിസ്കില്ല തന്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയുകയാണ്, നമ്മുടെ ഭവനങ്ങളും ഒരു ആരാധന ഇടങ്ങളായി മാറണം. പരസ്പരം കരുതിയും സ്നേഹിച്ചും വിശ്വാസത്തിൽ ഒരുമിച്ച് വളരുന്നതിനും ഉള്ള ഇടങ്ങളായി നമ്മുടെ ഭവനം മാറണം. ദൈവദാനമാണ് നമ്മുടെ ഭവനങ്ങള്. അതിലെ സാഹചര്യങ്ങളെ ദൈവമഹത്വത്തിനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് കഴിയണം. വീടുകൾ തന്നെ കർത്താവിന്റെ ഒരു സഭയായിട്ട് മാറണം. പലപ്പോഴും കേട്ടിട്ടുണ്ട്, നാട്ടിലെ കാര്യമാണ്, വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അവരെ വീടുകളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അമ്മമാര് പറയുന്ന കേട്ടിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് കൂടുവാൻ എൻ്റെ വീട്ടില് നല്ല സ്പേസ് വേണം. അവരുടെ ഒരു ഡിമാൻഡാണ് വീടുകൾ പണിയുമ്പോൾ. വിശാലമായ ഭവനങ്ങള് ദൈവം നമുക്ക് നൽകുമ്പോൾ അത് പ്രാർത്ഥനയ്ക്കായിട്ട് തുറന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വീട് എന്റേതാണ്, മതിലുകൾ കെട്ടി ഗേറ്റിട്ട് അത് എന്റേതാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. പ്രിസ്കില്ലയുടെ ഭവനം ഒരു വെല്ലുവിളിയാണ് നമുക്ക് നൽകുന്നത്. ഈസ് അവർ ഡോർസ് ഓപ്പണിംഗ് ഫോർ ഫെലോഷിപ്പ്. കവർന്നഹൂമിലെ ഭവനത്തെ പോലെ നമ്മുടെ ഭവനങ്ങളും സാഹചര്യങ്ങളും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടും ദൈവത്തിന്റെ കരസ്പർശനം കൊണ്ടും നിറയപ്പെടണം. പ്രിസ്കില്ലയുടെ ഭവനം ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് തുറന്നു കൊടുക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, മറ്റുള്ളവരെ അവൾ സഹായിക്കുമായിരുന്നു, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ക്രിസ്തീയ ശുശ്രൂഷയ്ക്കായിട്ട് മറ്റുള്ളവരെ ഒരുക്കുന്നതായ പ്രിസ്കില്ല അനേകരുടെ കഴിവുകളും പ്രവർത്തന സാധ്യതകളെയും തിരിച്ചറിയുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവൾ ഒരിക്കലും മറന്നില്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം
അധ്യായം തന്നെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അലക്സാന്ദ്രിയക്കാരനായ അപ്പല്ലോസിനെ കുറിച്ച് അവിടെ കാണാം. അപ്പല്ലോസ് വളരെ വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവും ഉള്ളവനുമായിരുന്നു. എന്നാൽ ക്രിസ്തു മാർഗത്തെ പറ്റിയുള്ള പ്രാഥമിക പരിജ്ഞാനം മാത്രമേ അവന് ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും പള്ളികളിൽ അവൻ വളരെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. പ്രിസ്ക അപ്പല്ലോസിൽ ഒരു നല്ല സുവിശേഷ പ്രവർത്തകനെ കാണുകയാണ്. അവർ അവനെ തങ്ങളോടൊപ്പം ചേർത്ത് താമസിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് കാണും. 26-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തുവെന്ന് നമുക്ക് കാണാം. അപ്പല്ലോസ് അഖായിലേക്ക് പോയപ്പോൾ പ്രോത്സാഹനം നൽകി, അവന്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാവിധ പ്രോത്സാഹനം നൽകിയും പ്രിസ്കില്ലയും അക്വിലാവും പറഞ്ഞയക്കുന്നതായിട്ട് കാണാം. 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അഖായയിൽ എത്തിയപ്പോൾ അവൻ ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിസ്കയുടെ ശുശ്രൂഷ എത്ര മാതൃകാപരമാണ്. ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അത് ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനകരമായി തീർന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിസ്കയെ പറ്റി നാം ഏറെ ചിന്തിക്കുമ്പോൾ അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല. അതിന് തക്കതായ രേഖകൾ ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും ദൈവരാജ്യത്തിനു വേണ്ടി അനേകരെ സൃഷ്ടിക്കുന്നതിനും അനേകരെ ഒരുക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമൊക്കെ തൻ്റെ ജീവിതത്തിലൂടെ അവൾക്ക് സാധ്യമായി തീരുവാനായിട്ട് കഴിഞ്ഞു. സേവ്യ സംഘങ്ങളായ നമ്മുടെ ശുശ്രൂഷ അനേകരെ നേടുന്നതിനും തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നതിനും ഉതകുന്നതാകണം. ദൈവം തന്നിരിക്കുന്ന തലമുറകളെ ദൈവവചനാടിസ്ഥാനത്തിൽ വളർത്തുന്നതിനും ദൈവരാജ്യത്തിനു വേണ്ടി കൈപിടിച്ച് കൊടുക്കുവാനും നാം ഇവിടുത്തെ ഓരോ അമ്മമാർക്കും കഴിയണം. സേവ്യ സംഘത്തിന്റെ എംബ്ലം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതില് 2-3 കാര്യങ്ങൾ കാണാം. ഭവനം, തുറന്ന വേദപുസ്തകം, കത്തിക്കുന്ന നിലവിളക്ക്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാം ആയിരിക്കുന്ന ഇടങ്ങളില്, ഭവനങ്ങളില് കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ദീപങ്ങളായിരിക്കാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതവും ശുശ്രൂഷയും അനേകർക്ക് നന്മയായി തീരണം. അതിലൂടെ സമൂഹത്തെയും കുടുംബത്തെയും രൂപാന്തരപ്പെടുത്തുന്നതായിട്ട് കഴിയണം. 1876 ജൂൺ 30 കൊല്ലകടവ് കല്ലേലി കുടുംബത്തിൽ ജനിച്ച് ഭവനത്തിലും സ്കൂളിലും നല്ല പരിശീലനം ലഭിച്ച് സുവിശേഷ തൽപരയായി വളർന്നു വരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 20-ാമത്തെ വയസ്സിൽ കുടുംബജീവിതത്തിലേക്ക് അവൾ പ്രവേശിച്ചു. ഭർത്താവ് ദൈവഭക്തനും മാതൃകാ അധ്യാപകനും ജനസമ്മതനുമായ ഒരു വ്യക്തിയായിരുന്നു. 30-ാമത്തെ വയസ്സിൽ 10 വയസ്സിന് മാത്രം താഴെയുള്ള 3 കുഞ്ഞുങ്ങളെ തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഭർത്താവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തകർന്നു പോകാമായിരുന്ന സാഹചര്യമായിരുന്നു. എങ്കിലും അവൾ ദൃഢനിശ്ചയത്തോടുകൂടി ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് ജീവിതം തുറന്നു. ഭാവി എന്താകും എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ അവൾ ദൈവത്തിന്റെ മുമ്പിൽ തന്റെ മുഴങ്കാലുകളെ മടക്കി. പ്രാർത്ഥനയോട് ദൈവം അവൾക്ക് ഉത്തരമരുളി ദൈവ കർത്താവിന്റെ വേലയ്ക്കായി തന്നെ വിളിക്കുന്നുവെന്ന്. ആ വിളി അവൾ ഉള്ളിൽ ഉറപ്പിച്ചു. സകലതും രക്ഷകനിൽ സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നിരതയായി. അധികാലത്തെ എഴുന്നേറ്റ് ഭവനത്തിലെ ജോലികൾ ചെയ്ത് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് വീട് തോറും കയറി ഇറങ്ങുമായിരുന്നു. വീട്ടമ്മമാരെ സന്ദർശിച്ച് അവരുടെ ഭാരങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും ശുഭ്രവസ്ത്രധാരിയായി കരങ്ങളിൽ തിരുവചനം പിടിച്ചുകൊണ്ട് റോഡിൽ നിന്ന് പോലും സുവിശേഷം അറിയിക്കുവാനും റോഡിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ചെറിയവര് വലിയവര് എന്നൊന്നും ഒരു വേർവ്യത്യാസമില്ലാതെ എല്ലാവരോടും ദൈവത്തിന്റെ
സുവിശേഷം അറിയിച്ച വ്യക്തി ആരാണ് എന്ന് എനിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആരാന്ന് പറയാവോ? അതെ, മറ്റാരുമല്ല, കാണ്ടമ്മ കൊച്ചമ്മ. പ്രാർത്ഥനാ ജീവിതം കൊണ്ടും സുവിശേഷ തീക്ഷ്ണത കൊണ്ടും മാതൃകാ ജീവിതം കൊണ്ടും സംഘടനാ പാടവം കൊണ്ടും ഏറെ ശ്രദ്ധേയയായ ചെറുതുരുത്തി തുമ്പമൺ സ്വദേശിയായ ചെറുതുരുത്തിയിൽ കാണ്ടമ്മ വർഗീസ്, എല്ലാവരും സ്നേഹത്തോടെ ബഹുമാനത്തോടും വിളിച്ചിരുന്ന പ്രിയപ്പെട്ട കാണ്ടമ്മ കൊച്ചമ്മ. കൊച്ചമ്മ പൂർണ്ണ സമയ സുവിശേഷ വേലയിലായിരുന്നെങ്കിലും തൻ്റെ മക്കളെ വളരെ ദൈവാശ്രയത്തോട് വളർത്തി പ്രയോജനകരമായ ശുശ്രൂഷ നിർവഹിക്കത്തക്കവണ്ണം അവരെ പ്രാപ്തരാക്കി. 1964 താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു. സഭയിലെ സ്ത്രീകളെ സംഘടിപ്പിച്ച് ദൈവകൃപയിൽ വളർത്തുവാൻ ദൈവം ഉപയോഗിച്ച ഈ ധന്യ ജീവിതത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കുടുംബ ചുമതലകളും ജോലിയിലുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും വഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പൊതുവായ രംഗത്ത് ഒരു വനിതയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് കാണ്ടമ്മ കൊച്ചമ്മയും പ്രിസ്കില്ലയും. നമ്മില് സുവിശേഷ വർദ്ധനവിനായി ഒരു ആവേശം, ഒരാഗ്രഹം, ഒരു ത്യാഗ മനോഭാവം ഉണ്ടാവണം. സുവിശേഷത്തിനു വേണ്ടി ചെലവാകുവാനും ചെലവാക്കപ്പെടുവാനുമുള്ള ഒരു സന്നദ്ധത. സ്ത്രീകളുടെ ശുശ്രൂഷ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ ഇവരെക്കാൾ എത്ര പിന്നോക്കം നാം പോയിരിക്കുന്നു. നമുക്ക് മാതൃകയാക്കാനും സുവിശേഷ താല്പര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനും ബൈബിളിൽ നിന്നും ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും അതിൽ നിന്നൊന്നും പിമ്പിലല്ലാത്ത അമ്മച്ചിമാരും നമ്മുടെ അമ്മമാരും നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേവലം ചരിത്രത്തിന്റെ ഏടുകൾ ആശ്രയിക്കേണ്ടി വരുമോ? ട്രിനിറ്റി സേവ്യ സംഘത്തോടുള്ള ചോദ്യമാണ്. ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്ക് മാതൃകയാകണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകണം. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള എൻ്റെ പാഷൻ എപ്രകാരമാണ്? ഒരു ഉണർവ് എന്നിലുണ്ടാകണം. എന്നിലെ മാറ്റം അനേകരെ മാറ്റത്തിലേക്ക് വഴിതെളിക്കും. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും കടന്നു വരത്തക്കവണ്ണമുള്ള ഒരു ക്രമീകരണമാണ് സേവ്യ സംഘത്തിനുള്ളത്. നമ്മുടെ ഇടവകയിൽ 2 ദിവസങ്ങൾ സേവ്യ സംഘം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. റിട്ടയർ ചെയ്തവർക്ക് മാത്രമുള്ള ഒരു കുടിവരവായിട്ട് അത് മാറുന്നു. ഫസ്റ്റ് സാറ്റർഡേ നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഞാനും പങ്കുകൊള്ളും എന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളും ഓരോ സ്ത്രീകളും തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കണം. ചിലരെങ്കിലും കടന്നു വരുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരാകരുത്, എല്ലാ സ്ത്രീകൾക്കും അത് സാധിക്കണം. പരിഭവത്തിന്റെയും പിറുപിറുപ്പിന്റെയും സ്ഥാനമില്ല. തലമുറകളായി കൈമാറിപ്പോകേണ്ടതായ ഒരു പ്രവർത്തനമാണ്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രവർത്തനം. എസ്തറിനെ പോലെ തൻ്റെ ജനത്തിന്റെ വിമോചനത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം നാം. വെളിച്ചപ്പാടത്തെ സ്ത്രീയിലും ശമരിക്കാരത്തെ സ്ത്രീയിലും ഉണ്ടായ നന്മയുടെ മാറ്റം ഇന്ന് നമ്മിൽ ഉണ്ടാകണം. ഹന്നയുടെ പ്രാർത്ഥനാ ജീവിതവും റൂത്തിന്റെയും നവോമിയുടെയും സ്നേഹവും കരുതലും, അബീഗയിലിന്റെ ആദിത്യ മര്യാദയും, കന്യാമറിയാമിന്റെ സമർപ്പണവും, തീമത്യോസിന്റെ അമ്മയിലും വലിയമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസവും നമ്മിൽ ഉണ്ടാവണം. പ്രിസ്കില്ലയുടെ ധീരമായ നേതൃത്വം, തൻ്റെ ഭവനം ആരാധനയ്ക്കായി തുറന്നു കൊടുത്ത അനുഭവം, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഉള്ള മനസ്സ് ഇന്ന് നമ്മിൽ ഉണ്ടാവണം. നമ്മുടെ ഇടവകയുടെ കുടുംബത്തിൻ്റെ ഒക്കെ മാറ്റത്തിന്
ഉതകത്തക്കവണ്ണം ഉള്ള ശുശ്രൂഷ, നന്മയുടെ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു ശുശ്രൂഷ ട്രിനിറ്റി സേവ്യാസ് അംഗങ്ങളായ നമ്മിൽ ഓരോരുത്തർക്കും ദൈവം കന്നി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വചനം നിർത്തുന്നു.